രാമ 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 ലോകാഭിരാമ ഭൂമി ബാലശ്രേഷ്ഠ ഭാരതം ശ്രേഷ്ഠ ഭാരതം. നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സുന്ദരകാന്ഡത്തിലൂടെ തന്നെ നമ്മൾ തുടരുകയാണ്. ആദ്യം പ്രശ്നോത്തരി മത്സരം. ഇന്നലെ പങ്കെടുത്ത അതേ വിദ്യാർത്ഥികൾ തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ടീം എ HDPY സീനിയർ സെക്കൻഡറി സ്കൂൾ അണ്ടിപ്പിള്ളിക്കാവ്, ടീം ബി അമൃത വിദ്യാലയം ചാവക്കാട്. റെഡിയല്ലേ? ആദ്യ ചോദ്യം ടീം എയോടാണ്. ചോദ്യം ഇതാണ്: ആകാശമാർഗെ സഞ്ചരിച്ച ഹനുമാന്റെ നിഴൽ പിടിച്ചു നിർത്തി ഭക്ഷിക്കാൻ ശ്രമിക്കുന്ന രാക്ഷസി ആര്? എ മധുകരിക, ബി ദൂതിക, സി സിംഹിക, ഡി ദിനനായിക. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആരാണ്? ഓപ്ഷൻ സി സിംഹിക. ശരി, സി സിംഹിക. ഓക്കെ, നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം ശരി ആണ്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ചോദ്യം ഇതാണ്: അശോകവനികയിൽ പ്രലോഭനങ്ങളുമായി തന്നെ സന്ദർശിക്കാൻ എത്തിയ രാവണനോട് സംസാരിക്കുന്നതിനു മുന്നോടിയായി സീത ചെയ്തത് എന്താണ്? എ ഒരു പുൽക്കൊടി നുള്ളി മുന്നിലിട്ടു, ബി പുടവത്തുമ്പുകൊണ്ട് മുഖം മറച്ചു, സി ആഭരണങ്ങൾ അഴിച്ചെറിഞ്ഞു, ഡി ആദരവോടെ വണങ്ങി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എന്താ മോളു ചെയ്തത്? പറയൂ. ഓപ്ഷൻ എ ഒരു പുൽക്കൊടി നുള്ളി മുന്നിലിട്ടു. ഓപ്ഷൻ എ ഒരു പുൽക്കൊടി നുള്ളി മുന്നിലിട്ടു. ഓക്കെ, ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം ടീം എയോടാണ്. കാമാശ്രമത്തിൽ വെച്ച് സീതയെ കാക്കയുടെ രൂപത്തിൽ ആക്രമിച്ചത് ആരായിരുന്നു? എ രാവണൻ, ബി മാരീചൻ, സി ജയന്തൻ, ഡി ദേവേന്ദ്രൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആരാണ് മോളു ആക്രമിച്ചത്? ഓപ്ഷൻ സി ജയന്തൻ. ഓപ്ഷൻ സി ജയന്തൻ. നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. അശോകവനിക തകർക്കുന്നതിനിടയിൽ ഹനുമാൻ വധിച്ച രാവണപുത്രൻ ആര്? എ ഇന്ദ്രജിത്ത്, ബി ദേവാന്തകൻ, സി അക്ഷകുമാരൻ, ഡി ബാസകർണൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ സി അക്ഷകുമാരൻ. ഓപ്ഷൻ സി അക്ഷകുമാരൻ. നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം ടീം എയോടാണ്. ചോദ്യം ഇതാണ്: രാവണന്റെ മുഖ്യ സജീവന്മാരും കാര്യോപദേശകരുമായി 4 പേരാണുള്ളത്. അത് ആരൊക്കെയാണെന്നറിയോ? ദുർധരൻ, പ്രഹസ്തൻ, നികുംബൻ എന്നിവരാണ് 3 പേർ. അപ്പൊ 4ാമൻ ആരാണ്? എ ഇന്ദ്രജിത്ത്, ബി വിഭീഷണൻ, സി മഹാപാർശ്വൻ, ഡി വജ്രഹനു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സി മഹാപാർശ്വൻ. സി മഹാപാർശ്വൻ. ലോക്ക് ചെയ്യട്ടെ? ഓക്കെ, സി മഹാപാർശ്വൻ. നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം, അവസാന ചോദ്യം ടീം ബിയോടാണ്. സീതയുടെ അധിക്ഷേപ വാക്കുകൾ കേട്ട് കോപിഷ്ഠനായി സീതയെ വധിക്കാൻ മുതിർന്ന രാവണനെ പിന്തിരിപ്പിക്കുന്നത് ആരാണ്? എ ത്രിജട, ബി ഹനുമാൻ, സി മണ്ഡോദരി, ഡി വിഭീഷണൻ. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സി മണ്ഡോദരി. സി മണ്ഡോദരി. നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. ടീം എക്ക് ഇന്ന് 6 മാർക്ക്, ടീം ബിക്കും 6 മാർക്ക്. ഇന്നലെ ഇന്നുമായി ടീം എ നേടിയിരിക്കുന്നത് 10 മാർക്ക്, ടീം ബിക്ക് 13 മാർക്ക്. ഒരു ചോദ്യം: ഈ 4 പേരിലെ അച്ഛൻ, അമ്മ അല്ലെങ്കിൽ മുത്തച്ഛൻ, മുത്തശ്ശി ഈ രാമായണം പഠിക്കാൻ നിങ്ങളെ സഹായിച്ചവരുണ്ടോ? എല്ലാവരും സഹായിക്കാറുണ്ട്. അച്ഛനും അമ്മയെ സഹായിക്കാറുണ്ട്. അടിപൊളി. നിങ്ങൾക്കോ? ഈ മറിയൊക്കെ എങ്ങനെയാ സഹായിച്ചേ? അച്ഛൻ പരിചയമുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, കുറച്ച് പേര് രാമായണമൊക്കെ പഠിക്കുന്ന. അവരോടൊക്കെ ചോദിച്ചിട്ട് നോട്ട്സ് ഒക്കെ തരാറുണ്ട്. നല്ല എൻകറേജ്മെന്റ് തരുന്നത് അല്ലേ?
ശരിക്ക് ഒരു റിയൽ ആ പ്രശ്നോത്തരിയുടെ ഫീലിങ്ങോടുകൂടിയാണ് നിങ്ങൾ 4 പേരും ഇത് കൈകാര്യം ചെയ്തത്. ഇന്നലെയും ഇന്നും അടിപൊളി, ഗ്രേറ്റ്. ഇതോടെ ഇന്നത്തെ പ്രശ്നോത്തരി മത്സരം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്തത് ആലാപന അർത്ഥവ്യാഖ്യാന മത്സരമാണ്. അതിലേക്ക് കടക്കും മുൻപ് ഒരു ചെറിയ ബ്രേക്ക്. ഇന്നലത്തെ അതേ വിദ്യാർത്ഥികൾ തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. റെഡിയല്ലേ? തുടങ്ങല്ലേ? തുടങ്ങിക്കോളൂ. താങ്കളുടെ കാവ്യം സ്ക്രീനിൽ. രജനി ചരവരൻ അശനമാക്കുമെന്നെ കൊണ്ടു 2 മാസം കഴിഞ്ഞാലെന്നു നിർണയം. അതിനിടയിൽ വരുവതിനു വേല ചെയ്തിടു നീ. അത്ര നാളും പ്രാണനെ ധരിച്ചിടുവൻ. ത്വരിതമിഹ ദശമുഖനെ നിഗ്രഹിച്ച് എന്നുടെ ദുഃഖം കളഞ്ഞു രക്ഷിക്കുന്നു ചൊല്ലു നീ. നന്നായിരുന്നു. ആശയം വിശദീകരിച്ചോളൂ. സീതാന്വേഷണത്തിനായി അശോകവനികയിലെത്തിയ ഹനുമാൻ തിരികെ ചൂടാരത്നവും അടയാളവാക്യവുമായി പോകാനൊരുങ്ങുമ്പോൾ സീതാദേവി തൻ്റെ കലുഷിതമായ മനസ്സിൻ്റെ ദുരവസ്ഥ ഭഗവാനോട് ഉണർത്തിക്കുവാൻ ഹനുമാനോട് ആവശ്യപ്പെടുന്നതാണ് ഈ രംഗത്തിൽ. 2 മാസങ്ങൾക്കുള്ളിൽ രാക്ഷസ രാജാവായ രാവണൻ നിഷ്കരുണം എന്നെ ഭക്ഷണമാക്കും എന്നത് തീർച്ചയാണ്. അതിനിടയ്ക്ക് എത്രയും വേഗം ഇവിടെ വന്നെത്തി രാവണ നിഗ്രഹം നടത്തി എൻ്റെ ദുഃഖമില്ലാതാക്കുവാൻ ശ്രീരാമനോട് അങ്ങ് ഉണർത്തിക്കണം. അത്രയും കാലം എല്ലാം സഹിച്ച് ഞാൻ ജീവനോടെ ഇരിക്കാം എന്ന് സീതാദേവി പറയുന്നു. സീതാദേവിയുടെ മനസ്സിൻ്റെ ദുഃഖം ഇവിടെ ശരിക്കും പ്രകടമാകുന്നുണ്ട്. അരക്കരുടെ അധിപനായ രാവണൻ കർക്കശ സ്വഭാവക്കാരനാണ് എന്നും അദ്ദേഹം തന്നെ നോക്കുന്നതും ചിന്തിക്കുന്നത് പോലും സഹിക്കാൻ കഴിയുന്നില്ല എന്നും സീത പറയുന്നു. ഇന്നത്തെ കാലത്ത് തീവ്രവാദികളും ഭീകരരും മറ്റും നിരപരാധികളെ തട്ടിക്കൊണ്ടുപോകുന്നതിന് സമമാണ് ഈ കാര്യം. ഈ കഴിഞ്ഞ കാലത്ത് ബന്ദികളാക്കപ്പെട്ട ഇന്ത്യൻ നഴ്സുമാരുടെയും ഫാദർ ടോം ഉഴുന്നാലിൻ്റെയും മറ്റും ദൂതന്മാരോടുള്ള പ്രതികരണവും അവരുടെ രോദനവും തികച്ചും യാദൃശ്ചികവും എന്നാൽ വിധിവിഹിതവുമാണ്. ഉറ്റവരുടെയും ഉടയവരുടെയും ആഗമനം വരെ എങ്ങനെയെങ്കിലും പ്രാണനെ പിടിച്ചു നിർത്താം എന്ന് അവർ പറയുന്ന വാക്കുകൾ ഹൃദയസ്പർശികളാകുന്നു. നന്ദി. നന്നായിരുന്നു. എന്തായാലും നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീകുമാർ സർ. നന്നായിരുന്നു ചൊല്ലലും. അതുപോലെ കാലികമായ ചില കാര്യങ്ങളിലൂടെ അതിനകത്ത് ഉൾപ്പെടുത്തി അതിന് ഒരു വിശദീകരണം നൽകിയതും വളരെ നന്നായിരുന്നു. രജനി ചരവരനശനമാക്കും എന്നെ കൊണ്ട് 2 മാസം കഴിഞ്ഞാലെന്നു നിർണയം. അതിനിടയിൽ വരുവതിനു വേല ചെയ്തിടു നീ. അത്ര നാളും പ്രാണനെ ധരിച്ചിടുവൻ. ത്വരിതമിഹ ദശമുഖനെ നിഗ്രഹിച്ചെന്നുടെ ദുഃഖം കളഞ്ഞു രക്ഷിക്കുന്നു ചൊല്ലു നീ. നമുക്ക് മാർക്സിലോട്ട് കടക്കാം. ശ്രീകുമാർ സർ, എത്ര മാർക്കാ കൊടുക്കണത്? 8 out of 10. ഗോപാലകൃഷ്ണൻ സർ. നല്ല വീണയുടെ ശബ്ദം ഇയാൾക്കുണ്ട്. മുഖത്ത് കുറച്ച് ചിരിയും ഒരു മന്ദസ്മിത പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല എന്ന് ലളിതാ സഹസ്രനാമത്തിലുണ്ട്. ഒന്ന് ചിരിച്ചോണ്ട് താനത് പറയുകയാണെങ്കിൽ ഈ സൗണ്ട് കുറച്ചുകൂടി ഓപ്പണായിട്ട് കുറേ കൂടി ഇമ്പ്രസീവായിട്ട് സ്വതസിദ്ധ ഭാവം വിടാതെ പറയാൻ സാധിക്കും. ഇയാൾ സമകാലീന പ്രസക്തമായിട്ടുള്ള കാര്യവും കൂടി അകത്ത് ചേർത്തപ്പോൾ സീതയുടെ വേദന കൃത്യമായിട്ട് ഇയാളുടെ എക്സ്പ്ലനേഷനിൽ മനസ്സിലാക്കാൻ സാധിച്ചു. നന്നായിട്ടുണ്ടായിരുന്നു. സമകാലീന പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ചേർത്ത് അങ്ങോട്ട് പറഞ്ഞപ്പോൾ രാമായണത്തിന് യോജിക്കുന്നതാവട്ടെ യോജിക്കാത്തതാവട്ടെ, പക്ഷെ സീതയുടെ വികാരത്തിന് യോജിക്കുന്നതാണത്. നന്നായിരുന്നു. 8 മാർക്ക്. രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. രണ്ടുപേരും വളരെ കറക്റ്റായി പറഞ്ഞു. ഫാദർ ടോമിനെ പോലെ ഉള്ളൊരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ നമ്മുടെ നഴ്സിൻ്റെ ഒക്കെ ആ വേദനയും കൂടെ ചെയ്യുമ്പോൾ
ഈ പഴയ തത്വങ്ങളും അതിൻ്റെ വേദനയും ഒരുപക്ഷെ കോണ്ടെക്സ്റ്റിന് അപ്പുറമുള്ള സ്പേസിൽ നിന്നുകൊണ്ട് തന്നെയാണെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായത് വലിയ കാര്യമാണ്. രണ്ടുപേരും ഒന്നിനൊന്നും മെച്ചം. നേരത്തെ പറഞ്ഞതുപോലെ 8.5 തരണമെന്നാണ്, പക്ഷേ 8 തരും. ടീം എ നേടിയിരിക്കുന്നത് 24 മാർക്കാണ്. അടുത്തത് ടീം ബിയുടെ കാവ്യമാണ്. താങ്കളുടെ കാവ്യം സ്ക്രീനിൽ. പ്രിയതനയ ശൃണുവചനം ഇഹ തവ സഹോദരൻ പ്രീതാധിപാലയം പുക്കതു കേട്ടിലേ മമ സുതനിരണശിരസി കൊന്ന കബീന്ദ്രനെ മാർത്താണ്ഡജാലയത്തിന്നയച്ചിടുവാൻ ത്വരിതം അഹമതുലബലമോടു പോയിടുവൻ ത്വൽക്കനിഷ്ഠോദകം പിന്നെ നൽകിയിടുവൻ. ലങ്കയിൽ പ്രവേശിച്ച ഹനുമാൻ എതിർക്കാൻ വന്ന രാവണ സൈന്യത്തെ തോൽപ്പിക്കുകയും മന്ത്രിപുത്രന്മാരെ വധിക്കുകയും ചെയ്തു. രാവണപുത്രനായ അക്ഷയകുമാരൻ ഹനുമാനുമായി യുദ്ധം ചെയ്യുന്നു. ഹനുമാന്റെ ഗദ കൊണ്ടുള്ള പ്രഹരമേറ്റ് അക്ഷയകുമാരൻ യുദ്ധഭൂമിയിൽ മരിച്ചു വീഴുന്നു. മകന്റെ മരണവാർത്ത അറിഞ്ഞ രാവണൻ അതീവ ദുഃഖിതനായി. തന്റെ മറ്റൊരു മകനായ ഇന്ദ്രജിത്തിനെ മാറോടണച്ചുകൊണ്ട് രാവണൻ പറഞ്ഞു, പ്രിയപുത്ര, നിന്റെ സഹോദരൻ യമപുരിയിൽ പ്രവേശിച്ച കാര്യം നീ അറിഞ്ഞില്ലേ? എന്റെ പുത്രനെ വധിച്ച ആ വാനരനെ കാലപുരിയിലേക്ക് അയക്കുവാൻ വേണ്ടി ഞാനും എന്റെ സൈന്യവും പുറപ്പെടുകയാണ്. നിന്റെ അനുജന് വേണ്ടിയുള്ള ഉദകക്രിയകൾ പിന്നീട് ചെയ്യാം. അന്യസ്ത്രീയെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച് സ്വന്തം കുടുംബവും രാജ്യവും പണവും എല്ലാം നശിപ്പിക്കുന്ന അഭിനവ രാവണന്മാർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകിൽ സുലഭം എന്ന കുഞ്ചൻ നമ്പ്യാരുടെ വരികൾ നമുക്കിവിടെ ഓർക്കാം. നന്ദി. വീണ്ടും ഒരു സ്വീറ്റ് എന്താ പറഞ്ഞൊരു വളരെ ചെറുതായിട്ടുള്ള സംക്ഷിപ്തമായിട്ടുള്ള പറയുന്ന ആ ഒരു അർത്ഥം പറയുന്നത്, വ്യാഖ്യാനം പറയുന്നത് ഭംഗിയായി ചൊല്ലിയത്, അതിലും ഭംഗിയായി. പ്രത്യേകിച്ച് ത്വരിതം അഹം അതുലബലമോട് പോയിടുവൻ എന്ന് തിരിച്ചു പറയുന്നത്. ഇത് ഒരു കാലത്ത് നമ്മുടെ കേരളത്തിലെ ദിവസവും നിത്യവും പാരായണമുള്ള ഒരു ഇതായിരുന്നു സുന്ദരകാന്ഡം. നമുക്കൊക്കെ അത് വളരെ ഒരു ഊർജം തരുന്ന കാര്യമാണ്. ഞാനും ചൊല്ലുമ്പോഴൊക്കെ ഇത്തരം വാക്കുകളിലൂടെ നമ്മൾ ചൊല്ലുമ്പോൾ നമുക്ക് ഭയങ്കര ഊർജമാണ് ഡെയിലി ചൊല്ലുമ്പോൾ. പ്രിയതനയ ശൃണുവചനമിഹ തവ സഹോദരൻ പ്രേതാധിപാലയം പുക്കതു കേട്ടിലേ മമ സുതനെ രണശിരസി കൊന്ന കവീന്ദ്രനെ മാർത്താണ്ഡജാലയത്തിന്നയച്ചിടുവാൻ ത്വരിതമഹമതുലബലമോടു പോയിടുവൻ ത്വൽക്കനിഷ്ഠോദകം പിന്നെ നൽകിയിടുവൻ. ഗോപാലകൃഷ്ണൻ സർ, നന്നായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ അതേ വാക്ക് വീണ്ടും ആവർത്തിക്കുന്നില്ല. അങ്ങനെ അടുക്കും ചിട്ടയോടും കൂടി സമയത്തിനുള്ളിൽ നിർത്താനുള്ള ഒരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ഇത്രയും മതി. പക്ഷേ താൻ പബ്ലിക്കായിട്ട് ഇതൊക്കെ വിവരിക്കുകയാണെങ്കിൽ നിങ്ങൾ 4 പേരും കുറച്ചുകൂടി എക്സാമ്പിൾ ഉപയോഗിച്ച് അത് വിവരിക്കണം. ജനതയുടെ ഹൃദയത്തിൽ നിൽക്കാനാണ് എക്സാമ്പിൾ. നന്നായിട്ടുണ്ട്, ശരിക്ക് ഹൃദയസ്പർശിയായിട്ടുണ്ട്. ഈശ്വജി, ഏറ്റവും നന്നായി തോന്നിയത് ത്വരിതം അഹമതു എന്ന് വേണമെങ്കിൽ സാധാരണ പറയാം, പക്ഷെ അതില്ലാതെ ത്വരിതം അഹമതു എന്ന് കൃത്യമായി പറഞ്ഞത് വളരെ നന്നായി. മോള് എക്സലൻ്റായിട്ട് വ്യാഖ്യാനിക്കുകയും ചെയ്തു. പക്ഷെ നേരത്തെ ഈ മോളോട് പറഞ്ഞതുപോലെ ഇവിടെ 10 സെക്കൻഡ് ചെറുതായിട്ട് വേണമെങ്കിൽ ഒന്ന് കുറയ്ക്കാമെങ്കിൽ അവിടെ ഒരു 10 സെക്കൻഡ്, ഒരു 5 സെക്കൻഡും കൂടെ കൂട്ടാം. ഒരു 5 സെക്കൻഡ് മുതൽ 10 സെക്കൻഡ് വരെ ഏതെങ്കിലും ഒരു 2 or 3 ലൈനിൽ എക്സ്ട്രാ പറയുന്നതിൽ തെറ്റില്ല. അതാവുമ്പം കറക്റ്റ് ആവും. മാർക്സ് അറിയണ്ടേ? ശ്രീകുമാർ സർ, നമുക്കൊരു ഈ അര മാർക്ക് എന്നുള്ള സാധനം ഇല്ല. വാസ്തവത്തിൽ നിങ്ങളൊരു അര കൂടുതലാണ്. എങ്കിലും ഞാൻ 8 തരാം, ബാക്കി നമുക്ക് നോക്കാം. സാധാരണ 2 സാറാ പറയാനുള്ളത്, ഞാനും 8 തരാം. അപ്പോൾ എന്തെങ്കിലും സർപ്രൈസ്. അദ്ദേഹം അരമാർക്ക് കൂടുതൽ കൊടുക്കാൻ ആഗ്രഹിച്ചു, ഞാനും അരമാർക്ക് കൂടുതൽ തരാൻ ആഗ്രഹിച്ചു. അത് രണ്ടും കൂടി ചേർത്ത് ഞാൻ 9 ഞാൻ തരും. ടീം ബി നേടിയിരിക്കുന്നത് 25 മാർക്കാണ്. ഇന്നലെയും ഇന്നുമായി ടീം എ നേടിയിരിക്കുന്നത് 48 മാർക്കാണ്.
ഇന്നലെ ഇന്നുമായി ടീം ബി നേടിയിരിക്കുന്നത് 49 മാർക്കാണ്. ഇതോടെ ഇന്നത്തെ ആലാപന അർത്ഥവ്യാഖ്യാന മത്സരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി അടുത്തത് രാമായണ നൃത്തശില്പമാണ്. അതിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ബ്രേക്ക്. വിടതരിക ജനനി വിടകൊള്ളുവാനടിയനു വേഗേന ഖേദം വിനാ വാഴ്ക സന്തതം. അനിലതനയനും അഖില ജനനിയോടു സാദരം ആശീർവചനമാദായ പിൻവാങ്ങിന. വചനമതി വിശദമിതി ശൃണു ജളപ്രഭോ. പൂജ്യനാം രാമദൂതൻ ഞാനറികനീ. ദശവദന സമരഭുവി ദേഹരക്ഷാർത്ഥമായി തുഭൃത്യവർഗത്തെ നിഗ്രഹിച്ചേനഹം. അരുതരുതു ദുരിതമിതു ദൂതനെ കൊല്ലുകെന്നാർക്കടുത്തു നൃപന്മാർക്കു ചൊല്ലിടുവിൻ.
മേഘകളും അനിലസുത ഹൃദയവും തെളിഞ്ഞാഹന്ത വിഷ്ണുപദം ഗമിച്ചു തഥാ. നന്നായിരുന്നു. നിങ്ങളുടെ കോസ്റ്റ്യൂംസ് കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ? നമ്മൾ പരിചയപ്പെട്ടില്ലല്ലോ, പേര് പറയൂ. സ്നേഹ 10th, അനഘ 10th, നന്ദന 10th, ശ്രേയ 9th, അഖില +1, അനഘ 9th. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം അല്ലേ? ഗോപാലകൃഷ്ണൻ സർ, നിങ്ങളുടെ ഓരോ മൂവ്മെൻറ്റും ഫേഷ്യൽ എക്സ്പ്രഷനും എല്ലാം അത് രഥത്തിൽ വരുന്നതും വാലിൽ തുണി ചുറ്റുന്നതും കോട്ട ചാടിക്കിടക്കുന്നതും കോട്ട തള്ളി താഴെയിടുന്നതും ഓരോന്നും ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് ശരിക്കും മാർവലസ് ആയിരുന്നു. ശ്രീകുമാർ സർ, നല്ല പ്ലസൻറ്റ് ഒരു വേഷം. നിങ്ങളുടെ മുഖത്ത് ഭാവം ഉണ്ടായിരുന്നു, അതാണ് പ്രധാനം. നിങ്ങൾ മെക്കാനിക്കലായിട്ടല്ല കളിച്ചത്, ഓരോരുത്തരും അതിന് പോർട്രേ ചെയ്തു നല്ലപോലെ. തുടക്കവും സീത ശിംശിബ ചുവട്ടിലിരിക്കുന്നു, എൻഡ് ചെയ്യുമ്പോഴും ഹനുമാൻ ഇങ്ങനെ ടേക്ക് ഓഫിന് പോകുന്നു, അവിടെ ശിംശിബ വൃക്ഷത്തിൽ സീത ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ആ ഒരു നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു അത്. ഓൾ ദി ബെസ്റ്റ്. ഈശ്വർജി. ടു ബി ഓണസ്റ്റ്, നമ്മുടെ ഈ പരിപാടി എന്താ പറയണേ, നാഷണൽ ചാനലിലൊക്കെയുള്ള ഡാൻസ് പ്രോഗ്രാംസിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് നിങ്ങളതിൽ റേസ് ചെയ്തു. അതിലെ മ്യൂസിക്കും കാര്യങ്ങളും എല്ലാം എക്സലൻറ്റ്. നമുക്ക് മാർക്സിലോട്ട് കിടക്കാം. ശ്രീകുമാർ സർ 17. ഗോപാലകൃഷ്ണൻ സർ 17. ഈശ്വർജി. നേരത്തെ ഒരിക്കൽ പറഞ്ഞ പോലെ 18 തരണമെന്നാണ് ആഗ്രഹം, പക്ഷേ വി ആർ റെസിസ്റ്റിംഗ് അവർസെൽസ് ഫ്രം ഗിവിംഗ് യു 18, സോ 17. അപ്പോൾ നിങ്ങൾ ആകെ നേടിയിരിക്കുന്നത് 51 മാർക്കാണ്. ഈ മനോഹരമായ നൃത്തത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും പുതിയ 2 ടീമുകളുമായി കാണാം. അതുവരേക്കും നമസ്കാരം.